നമസ്കാരം. അർത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ വേറൊരു എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അർത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഒരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിങ് സെൻ്ററാണ്. പാലക്കാട് ജില്ല ഒറ്റപ്പാലത്താണുള്ളത്. നമ്മളോട് CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റും CS എക്സിക്യൂട്ടീവിനും CS പ്രൊഫഷണലും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പഠിപ്പിക്കുന്നുണ്ട്. പുറത്തുനിന്ന് താമസിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് താമസ സൗകര്യം നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. നമ്മളൊരു ബാച്ചിൽ 30 കുട്ടികളാണ് എടുക്കുന്നത്. നമ്മൾ ഫുൾ ഫോക്കസ്ഡ് ആയിട്ട് കമ്പനി സെക്രട്ടറി കോച്ചിങ് ആണ് ചെയ്യുന്നത്. നമുക്കൊരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ഒരു ലേണിംഗ് സ്റ്റൈലാണുള്ളത്. അർത്ത എഡ്ജ് എന്ന് പറയുന്ന ഒരു ലേണിംഗ് സ്റ്റൈലാണ് നമ്മളോട് പഠിപ്പിക്കുന്നത്. ഡെഫിനറ്റ് ആയിട്ടും കമ്പനി സെക്രട്ടറി ആകണമെന്ന ഡ്രീമുള്ള കോർപ്പറേറ്റ് ലൈഫിലെ ഏറ്റവും വലിയ ലെവലിലേക്ക് എത്താൻ ഒരു ശ്രമം നടത്തണമെന്നും അങ്ങനെ ലെവലിലേക്ക് എത്തണമെന്നും ആഗ്രഹമുള്ള കുട്ടികൾക്ക് യു ആർ വെൽക്കം. ഇന്നത്തെ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. കോർപ്പറേറ്റ് ലോ പഠിച്ചവർ, കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചവർ, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് മനസ്സിലാക്കിയവർ 100% അറിയുന്ന ഒരു കേസാണ് ബാങ്ക് നാഷണലൈസേഷൻ കേസ്. ബാങ്ക് നാഷണലൈസേഷൻ കേസ് RC കൂപ്പർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നാണ് ഈ കേസ്. ഇത് 1970 ഇന്ത്യൻ സുപ്രീം കോടതി ഡിസൈഡ് ചെയ്തൊരു കേസാണ്. ഈ കേസിൽ വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് RC കൂപ്പർ സുപ്രീം കോടതിയുടെ മുമ്പിൽ റേസ് ചെയ്യുന്നത്. നാനി പൽക്കിവാല എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും നല്ല ഒരു അറ്റോർണി അല്ല ഒരു അഡ്വക്കേറ്റ്, അദ്ദേഹമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ RC കൂപ്പറുടെ ലോയർ. അദ്ദേഹം വളരെ ഒരു വാശിയേറിയ, അതായത് നിയമത്തിൻ്റെ എല്ലാ പഴുതുകളും ഇങ്ങനെ ഊരി നോക്കാന്നൊക്കെ പറയില്ലേ, അഴിച്ചു നോക്കിയിട്ടുള്ള ഒരു കേസാണ് RC കൂപ്പർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അതിനെ ബാങ്ക് നാഷണലൈസേഷൻ കേസ് എന്നാണ് പറയുന്നത്, ഈ കേസിനെ കുറിച്ച് പറയുന്നത്. ഈ കേസിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഇന്ദിരാഗാന്ധി കുറച്ച് ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ലീഡർ ആയിരുന്നു. കുറച്ചധികം ഓട്ടോക്രാറ്റിക് ആയിട്ടൊരു ലീഡർ ആയിരുന്നു. അവർ പറഞ്ഞത് നടക്കണം എന്നുള്ള, അത് ചിലപ്പോൾ അവർ പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ മകളായതുകൊണ്ടും പിന്നെ അവർക്കൊരു വളരെ വലിയൊരു പവർ, അതായത് വളരെ ഹ്യൂജ് മെജോറിറ്റി കിട്ടുന്നു, അവർക്ക് എതിരെ ചോദിക്കാൻ ആളില്ലാത്തൊരവസ്ഥ വരിക, നല്ലൊരു ഓപ്പോസിഷൻ ഇല്ലാണ്ട് വരിക, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെയാണ് അവർ ഓട്ടോക്രാറ്റിക് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കുകയാണ് പതിവ്. അപ്പോൾ അങ്ങനെയുള്ളൊരു തീരുമാനത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ബാങ്ക് നാഷണലൈസേഷൻ ഒരു പുതിയ കാര്യമൊന്നുമല്ല. നമ്മുടെ ഷൺമുഖം ചെട്ടി, നമ്മുടെ ആദ്യത്തെ ഫിനാൻസ് മിനിസ്റ്റർ, അദ്ദേഹം അന്ന് ഇമ്പീരിയൽ ബാങ്കിനെ ഏറ്റെടുക്കാനുള്ള ഒരു ശ്രമം വന്നപ്പോൾ അത് വേണ്ട എന്നൊരു തീരുമാനം വരികയും ലേറ്റർ അത് ഇമ്പീരിയൽ ബാങ്കിനെ ഏറ്റെടുക്കുകയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഏറ്റെടുക്കുകയും അവരുടെ 7 സബ്സിഡറി ബാങ്കുകളെയും ഏറ്റെടുക്കുകയും ചെയ്തു. ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അതോടുകൂടി തന്നെ ഇന്ത്യയിലെ 50% ബാങ്കിങ് ബിസിനസ്സും ഗവൺമെന്റിന്റെ കീഴിലായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇന്ദിരാഗാന്ധി ഒരു സ്പെഷ്യൽ ഓർഡിനൻസ്, അതായത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു സ്പെഷ്യൽ ഓർഡിനൻസ് കൊണ്ടുവന്നിട്ട് 14 ബാങ്കുകളെ ഒരൊറ്റയടിക്ക് ഏറ്റെടുക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ വളരെ വൃത്തിയായിട്ട് പറയുന്നുണ്ട്, റൈറ്റ് ടു ട്രേഡ്, പ്രൊഫഷൻ, ഇതെല്ലാം എല്ലാത്തിനും കൺട്രോൾ ഉണ്ട്. ദാറ്റ് ഈസ് റീസണബിൾ റെസ്ട്രിക്ഷൻസ് വെക്കാൻ യാതൊരു പ്രശ്നവുമില്ല. ഗവൺമെന്റിന്റെ ഉപയോഗത്തിന് വേണ്ടി, സ്റ്റേറ്റിന്റെ ഉപയോഗത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു ബിസിനസ് ഏറ്റെടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഏറ്റെടുക്കണമെങ്കിൽ ഏറ്റെടുക്കാം എന്നുള്ള പ്രൊവിഷനും കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പറയുന്നുണ്ട്. ഇതൊക്കെ ആയിരുന്നിട്ടും ഇതിനെതിരെ കേസ് വരികയാണ്. ഇതിനെതിരെയാണ് RC കൂപ്പർ കേസ് കൊടുത്തത്. നമുക്കത് എന്തുകൊണ്ടാണ് അദ്ദേഹം കേസ് കൊടുത്തതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ജൂലൈ 19, 1969 അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന VV ഗിരി ഒരു ഓർഡിനൻസ് പാസ്സാക്കുന്നത്. ഈ ഓർഡിനൻസിന്റെ പേര് ബാങ്കിങ് കമ്പനീസ് അക്വിസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് അണ്ടർടേക്കിംഗ് ഓർഡിനൻസ് 1969 എന്നാണ്. ഈ ഓർഡിനൻസിൽ പറഞ്ഞിരുന്നത് ഇന്ത്യയിലെ പ്രോമിനന്റ് ആയിട്ട് 14 ബാങ്കുകൾ, പ്രൈവറ്റ് ബാങ്കുകൾ, അതിനെ നാഷണലൈസ് ചെയ്യാനൊരു തീരുമാനം. അവരുടെ ടോട്ടൽ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ 50 കോടി രൂപയോളം ഡെപ്പോസിറ്റുള്ള ബാങ്കുകളാണ്. ഈ ബാങ്കുകളെ അവർ നാഷണലൈസ് ചെയ്യാൻ തീരുമാനിക്കുന്നു. പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എന്തുകൊണ്ടാണ് ഇതൊരു കേസിലേക്ക് പോയതെന്ന് വെച്ചാൽ, ഇത് ബാങ്ക് നാഷണലൈസേഷൻ മാത്രമായിരുന്നില്ല ഇഷ്യൂ, ദ വേ ഇൻ വിച്ച് ഷി ഹാസ് ടേക്കൺ ദ ഡിസിഷൻ. കാരണം ഈ തീരുമാനം എടുത്തിട്ട്, അതായത് ജൂലൈ 19 കഴിഞ്ഞാൽ ജൂലൈ 21 മുതൽ പാർലമെന്റ് കൂടാനിരിക്കുകയാണ്. സാധാരണ ഒരു നിയമം എപ്പോഴാണ് പാസ്സാക്കുന്നത്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ആർട്ടിക്കിൾ 123 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമുള്ള അധികാരം വെച്ചിട്ട് ഓർഡിനൻസ് പാസ്സാക്കണമെങ്കിൽ പാർലമെന്റ് നിലനിൽക്കാത്തൊരു സമയം കറക്റ്റാണ്. പക്ഷെ 2 ദിവസം കഴിഞ്ഞ് പാർലമെന്റ് വരാനിരിക്കുന്ന ഒരു സമയത്ത് എന്തുകൊണ്ട് ഈ 2 ദിവസം കൂടി ഇതിനും കൂടി വെയിറ്റ് ചെയ്തുകൂടാ എന്നൊരു ചോദ്യമാണ്. അതായത് ഓട്ടോക്രാറ്റിക് ആയിട്ട് ഞാൻ തീരുമാനിച്ച് നടത്തും എന്നൊരു കാര്യമാണ്. ഇതിനെതിരെ അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന മൊറാർജി ദേശായി, അദ്ദേഹം ഫിനാൻസ് മിനിസ്റ്റർ മാത്രമല്ലായിരുന്നു, ഇന്ത്യയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ കൂടിയായിരുന്നു. അദ്ദേഹത്തിന് ഈ ബാങ്ക് നാഷണലൈസേഷനുമായി ബന്ധപ്പെട്ട് വിരുദ്ധമായ ഒരു അഭിപ്രായം, വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു.
പക്ഷെ ആ അഭിപ്രായം പറഞ്ഞതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ 17-ാം തീയതി, അതായത് 17th July 1969 അദ്ദേഹത്തെ റിമൂവ് ചെയ്തു, അദ്ദേഹത്തെ ടെർമിനേറ്റ് ചെയ്തു, പൊസിഷൻ റിമൂവ് ചെയ്തു. കാരണം അദ്ദേഹം ഈ ഇന്ദിരാഗാന്ധിയുടെ ഈ ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പിന് എഗെയിൻസ്റ്റ് ആയിട്ട് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ ഫിനാൻസ് മിനിസ്റ്റർ സ്ഥാനം റിമൂവ് ചെയ്യുകയും അദ്ദേഹം തന്നെ നെക്സ്റ്റ് ഡേ അദ്ദേഹം സെൽഫായിട്ട് തന്നെ എന്ത് ചെയ്തു, ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ പൊസിഷൻ റിസൈൻ ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇതിലുണ്ടായത്. അപ്പോൾ ഇതിൽ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഓർഡിനൻസിൽ ഒരു ഇഷ്യൂ കൂടെ എന്താണെന്ന് വെച്ചാൽ കോമ്പൻസേഷനെ കുറിച്ചിട്ടും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് സാധാരണ നമ്മൾ പറഞ്ഞത്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പറയുന്നത് ഒരു സ്റ്റേറ്റിന് വേണമെങ്കിൽ എന്ത് ബിസിനസ്സും ആരുടെ വേണമെങ്കിലും ഏറ്റെടുക്കാൻ സാധിക്കും, പക്ഷേ അത് സ്റ്റേറ്റിന് മൊണോപ്പൊളി ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കണം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഏറ്റെടുക്കാം, പക്ഷെ അതിന് റിയൽ കോമ്പൻസേഷൻ കൊടുത്തിരിക്കണം. പക്ഷേ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന ഈ ഓർഡിനൻസിന് ഒരു ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ, ഇതിന്റെ കോമ്പൻസേഷൻ 10 വർഷം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. അതും അവർക്ക് പൈസയായിട്ടല്ല, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഈ ഗവൺമെന്റ് സെക്യൂരിറ്റീസിന്റെ മെച്യൂരിറ്റി 10 വർഷം കഴിഞ്ഞിട്ടാണ് ആകുക. അപ്പോൾ അവർക്ക് ഇന്ന് ഇവിടെ നഷ്ടം വരുന്ന ആൾക്കാർക്കെല്ലാം പണം കിട്ടുന്നത് 10 വർഷം കഴിഞ്ഞിട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുപോലെ തന്നെ ഈ ബാങ്കുകളെല്ലാം അവരുടെ എല്ലാ അസറ്റുകളും പോയി, അവർക്ക് ബാങ്കിങ് ബിസിനസ് ചെയ്യാൻ പറ്റില്ല, അവരുടെ പേര് പോയി, അവരുടെ അസറ്റുകൾ പോയി, അവരുടെ ഡയറക്ടേഴ്സിനെ എല്ലാവരും റിമൂവ് ചെയ്തു. എവറിബഡി ഹാവ് ടു സ്റ്റെപ്പ് ഡൗൺ, എംപ്ലോയീസ് ഓൺലി ക്യാൻ വർക്ക്. ഒരു വല്ലാത്തൊരു പാത്തറ്റിക് സിറ്റുവേഷൻ. ഒരു സുപ്രഭാതത്തിൽ ഒരു ബാങ്കുകൾക്ക് ഓഫീസ് പോലും ഇല്ലാത്തൊരവസ്ഥ ആയി മാറുന്നു. അങ്ങനെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലാണ് RC കൂപ്പർ. അന്ന് അദ്ദേഹം സിംഗപ്പൂരിലാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം ഇന്ത്യയിലേക്ക് വരികയും അദ്ദേഹം ഇതിനെതിരെ കേസ് കൊടുക്കുകയും ചെയ്തത്. RC കൂപ്പറെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു പാസി ബിസിനസ്മാൻ ആയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം സ്വതന്ത്ര പാർട്ടിയുടെ ഒരു നേതാവായിരുന്നു. സ്വതന്ത്ര പാർട്ടി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക, C രാജഗോപാലാചാരി, അതായത് മഹാത്മാഗാന്ധിയുടെയൊക്കെ വളരെ പ്രോമിനന്റ് ആയിട്ട് മഹാത്മാഗാന്ധിനെ പറഞ്ഞിട്ടുണ്ട്, മൈ മൈൻഡാണ് C രാജഗോപാലാചാരി എന്നത്. അദ്ദേഹത്തിൻ്റെയൊക്കെ പാർട്ടിയായിരുന്നു ഈ സ്വതന്ത്ര പാർട്ടി. അതിൻ്റെ നാഷണൽ പ്രസിഡന്റ് പോലെ വർക്ക് ചെയ്ത ഒരാളായിരുന്നു RC കൂപ്പർ. അപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് വരുന്ന സമയത്ത് അദ്ദേഹം കേസ് 48 മണിക്കൂറിനുള്ള അദ്ദേഹം നാനി പൽക്കിവാല എന്ന് പറയുന്ന സുപ്രീം കോടതി വക്കീൽ ത്രൂ അദ്ദേഹം എന്ത് ചെയ്തു, കേസ് കൊടുത്തു. അവിടെ കേസ് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് കേസ് കൊടുക്കാൻ എന്ത് അവകാശം? അദ്ദേഹം കൊടുത്ത കേസ് എന്താണെന്ന് വെച്ചാൽ, ആസ് എ ഷെയർ ഹോൾഡർ ഓഫ് എ ബാങ്ക് ആണ് അദ്ദേഹം കേസ് കൊടുക്കുന്നത്. അദ്ദേഹം പറയുന്നത് ആസ് എ ഷെയർ ഹോൾഡർ അദ്ദേഹം ചലഞ്ച് ചെയ്തതാണ്. വൺ ഓഫ് ദ പോയിന്റ് ഓഫ് കണ്ടൻഷൻ വാസ്, ഞാനൊരു ബാങ്കിന്റെ ഷെയർ ഹോൾഡർ ആണ്. അപ്പോൾ ആ ബാങ്കിനെ ഏറ്റെടുക്കുന്ന സമയത്ത് എന്റെ ഫണ്ടമെന്റൽ റൈറ്റ് ടു ഈക്വാലിറ്റി, ഫ്രീഡം, ഇതെല്ലാം എന്ത് ചെയ്യുന്നു, വയലേറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് അദ്ദേഹം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലും അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ബറോഡയിലും അദ്ദേഹത്തിന് ഷെയർ ഉണ്ടായിരുന്നു. ആ കമ്പനികളുടെ, ആ ബാങ്കുകളുടെ ഷെയർ ഹോൾഡർ എന്ന നിലയിലാണ് അദ്ദേഹം കേസ് കൊടുക്കുന്നത്. ജൂലൈ 21, 1969 ആ റിട്ട് പെറ്റീഷൻ, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വയലേഷൻ ആണെന്ന് പറഞ്ഞ റിട്ട് പെറ്റീഷൻ സുപ്രീം കോടതി അക്സെപ്റ്റ് ചെയ്തു. 22-ാം തീയതി മുതൽ അതെന്ത് ചെയ്തു, ആ കേസിൽ വാദം കേൾക്കൽ തുടങ്ങി. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടേക്കൺ ബൈ ദ സുപ്രീം കോർട്ട് വാസ്, ആ ബാങ്കുകളെ അവരുടെ ഒരു ചെയർമാൻ, ആ ബാങ്കുകളുടെ ചെയർമാനെ റിമൂവ് ചെയ്യാൻ പാടില്ല, അതായത് ബാങ്കുകളുടെ എംപ്ലോയീസിനും ടോപ്പ് മാനേജ്മെന്റ് റിമൂവ് ചെയ്യാൻ പാടില്ല എന്നൊരു ഓർഡർ ആദ്യം തന്നെ സുപ്രീം കോടതി ഇറക്കി. മേജർ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് ഇൻ ദിസ് കേസ് വാസ്, വൺ ഓഫ് ദ കേസ്, ഒരു ഷെയർ ഹോൾഡർക്ക് ഒരു കമ്പനിക്കെതിരെ നടക്കുന്ന ഒരു ആക്ഷനെതിരായിട്ട് ഒരു ഷെയർ ഹോൾഡർക്ക് എങ്ങനെയാണ് കേസ് കൊടുക്കാൻ പറ്റുന്നത്? അതായത് ഒരു വയലേഷൻ, ഒരു കമ്പനി ടേക്ക് ഓവർ ചെയ്യുമ്പോൾ ഒരു ഷെയർ ഹോൾഡറുടെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേഷൻ ചെയ്തു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കേസ് കൊടുക്കാൻ പറ്റുമോ? ഇതായിരുന്നു ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ ഈ ഓർഡിനൻസ് ഭയങ്കര സ്പീഡിൽ, ആവശ്യമില്ലാത്തൊരു സ്പീഡിൽ കൊണ്ടുവന്നൊരു ഓർഡിനൻസ്, ഇത് വാലിഡ് ആണോ? ദെൻ ഇത് ഈ ഓർഡിനൻസ് ഏതാണ്? ഓർഡിനൻസ് ബാങ്കിങ് കമ്പനീസ് അക്വിസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ഓർഡിനൻസ്, അസറ്റ്സ് ആക്ട്. ഈ ആക്ട് ഇതൊരു ഓർഡിനൻസുമായിട്ട് റീപ്ലേസ് ചെയ്തു. അതായത് ഇതിനിടയിൽ ഇന്ദിരാഗാന്ധി അതിനേക്കാൾ വലിയൊരു കളി കളിച്ചു. എന്താണെന്ന് വെച്ചാൽ, ഈ ഓർഡിനൻസ് ആണല്ലോ ഇഷ്യൂ വരുന്നത്. അപ്പോൾ ഓർഡിനൻസ് ഇഷ്യൂ വന്നപ്പോൾ അവർ പാർലമെന്റിൽ, അവർക്ക് അന്ന് മെജോറിറ്റി ഉണ്ട്, പാർലമെന്റിൽ അതിന്റെ ആക്ട് അങ്ങ് പാസ്സാക്കി. അപ്പോൾ ക്വസ്റ്റ്യൻ ഓഫ് ഓർഡിനൻസ് വാസ് റിമൂവ്ഡ്. അപ്പോൾ ആക്ച്വലി ഓർഡിനൻസ് കറക്റ്റ് ആണോ എന്നുള്ള ചോദ്യം വരുന്നതിന് മുമ്പ് തന്നെ അവരെന്ത് ചെയ്തു, പാർലമെന്റ് കൂടിയ ഉടനെ തന്നെ അതിന്റെ ആക്ട് പാസ്സാക്കി. അപ്പോൾ ഓർഡിനൻസിന് മുകളിൽ ക്വസ്റ്റ്യൻ വരുന്നില്ല. അപ്പോൾ ദ ഫർദർ ക്വസ്റ്റ്യൻ ആസ്ക്ഡ് ബൈ RC കൂപ്പർ ത്രൂ നാനി പൽക്കിവാല വാസ് വെദർ ദിസ് ആക്ട്, ഇതൊരു ലെജിസ്ലേറ്റീവ് കോമ്പറ്റൻസിൽ ഉള്ളതാണോ? അത് പാർലമെന്റിന് ഇങ്ങനെ ഒരു ആക്ട് പാസ്സാക്കാൻ പറ്റുമോ? ഇത് ആർട്ടിക്കിൾ 19(1)(f) ഫ്രീഡം ഓഫ് ട്രേഡ്, ബിസിനസ്, അല്ലെ,
ദെൻ ആർട്ടിക്കിൾ 31(2)ന്റെ വയലേഷൻ ആണോ? അതായത് നമ്മൾക്ക് സ്വന്തമായിട്ട് അന്നത്തെ റൂൾ എന്താണ്? അന്ന് സ്വന്തമായിട്ട് നമുക്ക് പ്രോപ്പർട്ടി അക്യൂർ ചെയ്യാം, ഹോൾഡ് ചെയ്യാം, അത് ഡിസ്പോസ് ചെയ്യാം. അപ്പൊ ആ അവകാശത്തിനെ ഹനിക്കുന്ന ഒരു ആക്ഷൻ അല്ലേ ഗവൺമെന്റ് എടുത്തത് ഈ ആക്ട് കൂടെ എന്നാണ് ആര് ചോദിക്കുന്നത്? നാനി പൽക്കിവാല ചോദിക്കുന്നത്. ആർക്ക് വേണ്ടി? RC കൂപ്പർ. ഒരു ബിഗ് ക്വസ്റ്റ്യൻ ആണത്. അന്നത്തെ ലീഗൽ സിറ്റുവേഷനിൽ വളരെ ബിഗ് ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ ഒരാൾ ക്വസ്റ്റ്യൻ ചോദിച്ചില്ലായിരുന്നെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാ പ്രോപ്പർട്ടിയും ഗവൺമെന്റ് ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ഇന്ന് പലരും ചോദിക്കാറുണ്ട് അല്ലേ, അതായത് ഈ വാക്സിന്റെ സമയത്തൊക്കെ ഗവൺമെന്റ് എന്തുകൊണ്ട് ഏറ്റെടുത്തുകൂടാ? പക്ഷെ അതൊന്നും പോസിബിൾ അല്ല. ദർ ആർ ലോട്ട് ഓഫ് പ്രോബ്ലംസ്. പക്ഷെ അതുകൊണ്ടാണല്ലോ ഇപ്പൊ കുറെ കാര്യങ്ങൾ ഉണ്ടാകും. ദെൻ ഈ പേയ്മെന്റ് എങ്ങനെ തീരുമാനിച്ചു? ഈ കോമ്പൻസേഷൻ തീരുമാനിച്ചത് എങ്ങനെയാണ്? ഈ തീരുമാനിച്ച രീതി ശരിയാണോ? അല്ലെങ്കിൽ ഇത്രയും കോമ്പൻസേഷൻ കൊടുത്താൽ മതിയോ എന്നതായിരുന്നു ഈ ചോദ്യങ്ങളൊക്കെ ആയിരുന്നു ഈ പെറ്റീഷനിൽ കൂടെ ചോദിച്ചത്. ഗവൺമെന്റ് നഖശികാന്തം എതിർത്തു. ഒരിക്കലും ഇങ്ങനത്തെ ഒരു പെറ്റീഷൻ വാലിഡ് അല്ല. കാരണം ഒരു ഷെയർ ഹോൾഡർക്ക് ഒരിക്കലും അയാളുടെ ഒരു ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ ഒരു ഡെപ്പോസിറ്റർ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ അയാൾക്ക് ഒരിക്കലും കമ്പനിയുടെ ഫണ്ടമെന്റൽ റൈറ്റ് ഇൻഫ്രിഞ്ച് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം കേസ് കൊടുക്കാൻ പറ്റില്ല എന്നതാണ് അറ്റോർണി ജനറലിന്റെ ഫസ്റ്റ് ആർഗ്യുമെന്റ് ഉണ്ടായിരുന്നത്. ആ ആർഗ്യുമെന്റിനെ ഫേസിൽ തന്നെ സുപ്രീം കോടതി തള്ളി പറഞ്ഞു അങ്ങനെ പറ്റില്ല. പേഴ്സൺ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ ഒരു ഓർഗനൈസേഷന്റെ ഷെയർ ഹോൾഡറോ ഡയറക്ടറോ ആരോ ആവട്ടെ, അവർക്ക് ആ കമ്പനിയിൽ താല്പര്യമുണ്ടെങ്കിൽ ആ കമ്പനിക്ക് എതിരെ എടുക്കുന്ന ഒരു ആക്ഷൻ അവരെ ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദേ ആൾസോ ഹാവ് എ റൈറ്റ് ടു ഫയൽ എ കേസ്. ദാറ്റ് വാസ് എ ഫസ്റ്റ് പോയിന്റ്. ദെൻ ഇതേ പോയിന്റ് തന്നെയാണ് ലേറ്റർ ബെന്നറ്റ് കോൾമാൻ ആൻഡ് കമ്പനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലും തീരുമാനിക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. കാരണം ഒരു ഷെയർ ഹോൾഡർ, നിങ്ങൾ ഒരിക്കലും ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആയി എന്നതുകൊണ്ട് മാത്രം നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇല്ലാതാകുന്നില്ല എന്നതാണ് പറയുന്നത്. പിന്നെ അടുത്തൊരു ചോദ്യം ഉണ്ടായിരുന്നത് ഓർഡിനൻസിന്റെ വാലിഡിറ്റിയാണ്. ഓർഡിനൻസിന്റെ വാലിഡിറ്റി ചോദിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു. കാരണം ഹാഫസാർഡലി പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? കേസ് ആക്ട് പാസ്സാക്കി, പാർലമെന്റ് ആക്ട് പാസ്സാക്കി. സോ ദ ക്വസ്റ്റൻ ഓഫ് ഓർഡിനൻസ് വാസ് നോട്ട് ദാറ്റ് ദ ആക്ട് ഹസ് already the parliament made the law, so it cannot be questioned. ദെൻ ലെജിസ്ലേറ്റീവ് കോമ്പറ്റൻസിനെ കുറിച്ച്, അതായത് ഈ ഇതിന് ചെയ്യാൻ പറ്റുമോ, അതായത് പാർലമെന്റ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം. കാരണം RC കൂപ്പർ വാദിച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ സബ്ജക്ട്, അതായത് ഒരു ടേക്ക് ഓവർ എന്ന് പറയുന്ന സബ്ജക്ട്, ഒരു അസറ്റ് ടേക്ക് ഓവർ സബ്ജക്ട് സ്റ്റേറ്റ് ലിസ്റ്റിലുമുണ്ട്, യൂണിയൻ ലിസ്റ്റിലുമുണ്ട്, കൺകറന്റ് ലിസ്റ്റിലുമുണ്ട്. അപ്പൊ ഈ 3 ലിസ്റ്റിലും ഉള്ളത് ഒറ്റ കാര്യത്തിന്റെ മുകളിൽ എങ്ങനെയാണ് സെൻട്രൽ ഗവൺമെന്റ് മാത്രമായിട്ട് തീരുമാനമെടുക്കാൻ പറ്റുന്നത് എന്നതാണ് അവരുടെ ചോദ്യം ഉണ്ടായിരുന്നത്. ദെൻ ട്രേഡിംഗ് ആക്ടിവിറ്റിയെ കുറിച്ച് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. അപ്പൊ സ്റ്റേറ്റ് ലിസ്റ്റിൽ ട്രേഡിംഗ് ആക്ടിവിറ്റിയെ കുറിച്ച് പറയുമ്പോൾ അത് സ്റ്റേറ്റ് അല്ലേ തീരുമാനിക്കേണ്ടത്? സ്റ്റേറ്റിന്റെ പവറിൽ ഉസർപ്പ് ചെയ്യുകയല്ലേ സെൻട്രൽ ഗവൺമെന്റ് ചെയ്തത് എന്നതാണ് ആര് ചോദിച്ചത്? നാനി പൽക്കിവാല ചോദിച്ചത്. പക്ഷെ സുപ്രീം കോടതി അത് ശരിക്കും ആക്സെപ്റ്റ് ചെയ്തില്ല. കാരണം ബാങ്കിങ് എന്ന് പറയുന്ന എൻട്രി 45 ആണ് യൂണിയൻ ലിസ്റ്റില്. അതുകൊണ്ട് ബാങ്കിങ് ബിസിനസ് ആണ് ഏറ്റെടുത്തത്, അവർ ട്രേഡിംഗ് അല്ല ഏറ്റെടുത്തത്. അപ്പോൾ ബാങ്കിങ് ബിസിനസ് ആണ്. അപ്പോൾ അതിനെ അത്രയും വലിയൊരു ഏരിയയിലാണ് നമ്മൾ കാണേണ്ടത്, വലിയൊരു മീനിങ്ങിലാണ് കാണേണ്ടത്. അതിനെങ്ങനെ കൊണ്ടുപോയി ബാങ്കിങ് വേറെ, മറ്റുള്ള ട്രേഡിംഗ് ആക്ടിവിറ്റീസ് വേറെ എന്ന് കാണാൻ പാടില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞത്. അത് റിജക്ട് ചെയ്തു. പൽക്കിവാലിന്റെ ആർഗ്യുമെന്റ് റിജക്ട് ചെയ്തിട്ട് അത് ഏറ്റെടുക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഇതിന്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടെ സുപ്രീം കോടതി ഉപയോഗിച്ച ഒരു തിയറി എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ എക്സ്ക്ലൂസിവിറ്റി തിയറിയാണ് അവിടെ സുപ്രീം കോടതി ഉപയോഗിച്ചത്. AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസിലുള്ള ഒരു തീരുമാനമാണ്. അതായത് എല്ലാവർക്കും ഒന്നിച്ചു പോകാൻ സാധിക്കണം, എവറിത്തിങ് ഹാസ് ടു ബി അക്കോമഡേറ്റഡ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് സുപ്രീം കോടതി എടുത്തത്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി എന്താ ചെയ്തതെന്ന് വെച്ചാൽ, സുപ്രീം കോടതി AK ഗോപാലന്റെ കേസിന്റെ ആ തിയറി, മ്യൂച്വൽ എക്സ്ക്ലൂസിവിറ്റി തിയറി എടുത്തുകൊണ്ട് അതിനെ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും, പക്ഷെ ബാങ്ക് നാഷണലൈസേഷൻ കേസിൽ ആ മ്യൂച്വൽ എക്സ്ക്ലൂസിവിറ്റി തിയറി ആക്സെപ്റ്റ് ചെയ്യുന്ന സുപ്രീം കോടതി അതിനെ ഓവർ റൂൾ ആണ് ചെയ്തത്. അതായത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതായത് ഗവൺമെന്റിന് അങ്ങനെ ഒരു ആക്ഷൻ എടുക്കുന്ന സമയത്ത് ഇറ്റ് ഷുഡ് ബി ലൈക്ക് ഷെയർ ഹോൾഡേഴ്സ് ആൾസോ ഹാവ് ടു ബി അക്കോമഡേറ്റഡ് എന്നാണ് പറയുന്നത്. ദെൻ മൂന്നാമത്തെ വേറൊരു ചോദ്യമായിരുന്നു, അവസാനത്തിന് പറഞ്ഞോളാം, വേറൊരു ചോദ്യമായിരുന്നു എന്ത്? നിങ്ങൾ കോമ്പൻസേഷനെ കുറിച്ചാണ് പറയുന്നത്. ആക്ച്വലി ഇവിടെ ഒരു കോമ്പൻസേഷൻ 2 റെസ്ട്രിക്ഷൻ ആണ് ഉണ്ടായിരുന്നത്. അതായത് ഒന്ന്, ആ പബ്ലിക് പർപ്പസിന് മാത്രമേ ഏറ്റെടുക്കാൻ പാടുള്ളൂ. ബാങ്കിങ്ങിന് ഏറ്റെടുക്കുന്ന ഒരു പബ്ലിക് പർപ്പസ് ആണ് സുപ്രീം കോടതി അക്സെപ്റ്റ് ചെയ്തു. കാരണം ഡെഫിനറ്റ് ആയിട്ടും ബാങ്കിങ് മറ്റുള്ള ബാങ്കുകളെ എൻറ്റയർ ബാങ്കിങ് ബിസിനസ് ഏറ്റെടുത്തില്ല, ഒരു 14 ബാങ്കുകളെ മാത്രമേ ഏറ്റെടുത്തുള്ളൂ. അതിൽ അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും അവരുടെ ഫ്രീഡത്തിന്, ഫണ്ടമെന്റൽ റൈറ്റ്സിന് വയലേഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സ്റ്റേറ്റിന്റെ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് അതിനെ യെസ് എന്ന് പറയുന്ന ഒപ്പം തന്നെ സുപ്രീം കോടതി ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എങ്ങനെയാണ് ഈ കോമ്പൻസേഷൻ കാൽക്കുലേറ്റ് ചെയ്തത്? ഈ കോമ്പൻസേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ കോമ്പൻസേഷൻ അപ്പം തന്നെ കൊടുക്കണമെന്നല്ലേ പറയുന്നത്? സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ വേഴ്സസ് ബേല ബാനർജിയുടെ കേസിൽ 1954 തന്നെ സുപ്രീം കോടതി ഡിസൈഡ് ചെയ്തിട്ടുണ്ട്, കോമ്പൻസേഷൻ നാച്ചുറൽ ആയിട്ട് ആ പ്രോപ്പർട്ടിക്ക് കിട്ടാവുന്ന വാല്യൂ ആയിരിക്കണം, അത് ഇമ്മീഡിയറ്റ് ആയിട്ട് പേ ചെയ്യണം. പക്ഷെ നിങ്ങൾ ഇത് എങ്ങനെയാണ് 10 വർഷത്തേക്ക് നീട്ടിവെക്കുന്നത്? അത് പറ്റില്ല എന്ന് സുപ്രീം കോടതി വിധിക്കേണ്ടായി. അപ്പോൾ ആ
കോമ്പൻസേഷൻ ഇമ്മീഡിയറ്റ് കൊടുക്കണം എന്ന് തന്നെയാണ് സുപ്രീം കോടതി ആ തീരുമാനത്തിൽ പറഞ്ഞത്. ഇത് സുപ്രീം കോടതിയുടെ മറ്റ് പല തീരുമാനങ്ങളിലും മറ്റ് പല ഡിസിഷൻസിലും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെയും ഗവൺമെന്റ് ആ സ്റ്റാൻഡ് അത് വിടാതെ കളിച്ചതുകൊണ്ടാണ് ഗവൺമെന്റിന് ആ ഒരു പ്രോബ്ലം, ഒരു നെഗറ്റിവിറ്റി വന്നത്. അതുകൊണ്ട് തന്നെ ഈ അക്വിസിഷൻ ആക്ട്, അതായത് ബാങ്കിനെ അക്വിസിഷൻ ആക്ട്, ഈ വാല്യുവേഷൻ അതിന്റെ പ്രൈസിങ് കറക്റ്റായിട്ട് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഈ അക്വിസിഷൻ ആക്ടിന് വേണമെങ്കിൽ പ്യൂർലി അതിന് സ്ട്രക്ക് ഡൗൺ ചെയ്യാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ടെന്ന് സുപ്രീം കോടതി രേഖപ്പെടുത്തേണ്ടായി. ആ ആക്ട് തന്നെ വേണ്ടെന്ന് വെക്കാൻ. ഈ അക്വിസിഷൻ ആക്ടിൽ പിന്നെ നാഷണലൈസ്ഡ് ബാങ്കുകൾക്ക് ബാങ്കിങ് ബിസിനസ് ചെയ്യാൻ പാടില്ല എന്നൊരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഡെഫിനറ്റ് ആയിട്ടും സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല. കാരണം ഗവൺമെന്റിന് വേണമെങ്കിൽ മൊണോപ്പൊളി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ മുകളിൽ അധികാരം കൊണ്ടുവരാം. അപ്പം അങ്ങനെ വേണമെങ്കിൽ പറയാം സ്റ്റേറ്റിന്, ഞാൻ ഇനി സ്റ്റേറ്റ് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന് വാലിഡ് ആണോ, എടുത്ത പ്രോസസ് വാലിഡ് ആണോ, ഇന്റൻഷൻ വാലിഡ് ആണോ എന്ന് മാത്രമേ നോക്കേണ്ട കാര്യമുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഒരു ബാങ്കിന് 14 ബാങ്കുകൾക്ക് ചെയ്യാൻ പാടില്ല, മറ്റുള്ള ബാങ്കുകൾക്ക് ചെയ്യാം എന്ന് പറയുന്നതിൽ ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് സുപ്രീം കോടതി നോട്ട് ചെയ്യേണ്ടായി. A.K. ഗോപാലന്റെ കേസിൽ പറഞ്ഞത് ഒബ്ജക്റ്റ് ഓഫ് സ്റ്റേറ്റ് ആക്ഷൻ, ദർ ആർ 2 തിങ്സ് വെൻ യു ഡു എ പർട്ടിക്കുലർ ആക്ടിവിറ്റി. അതിന്റെ ഒബ്ജക്റ്റും അതിന്റെ ഇഫക്റ്റും, അതിന്റെ ലക്ഷ്യവും അതിലുണ്ടാകുന്ന ഇമ്പാക്റ്റും നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ A.K. ഗോപാലന്റെ തിയറിയിൽ അതിന്റെ ഒബ്ജക്റ്റീവ്, നിങ്ങൾ ചെയ്തത് ശരിയാണെങ്കിൽ, ഗവൺമെന്റിന് നാടിന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അത് ശരിയാണ് എന്ന ഒരു കൺസെപ്റ്റാണ് A.K. ഗോപാലിന്റെ കേസിലുണ്ടായിരുന്നെങ്കിൽ സുപ്രീം കോടതി അത് സ്ട്രക്ക് ഡൗൺ ചെയ്തിട്ട് പറഞ്ഞു ഒബ്ജക്റ്റീവ് മാത്രം നോക്കിയാൽ പോരാ, അതിന്റെ ഇമ്പാക്റ്റ് കൂടെ നോക്കണം. ഹൗ ദിസ് ഇസ് ഗോയിങ് ടു ഇമ്പാക്ട് ദ സൊസൈറ്റി or the people who are running the business. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഈ ഒബ്ജക്റ്റീവ് ആൻഡ് ഇമ്പാക്ട് ടെസ്റ്റ് കൊണ്ടുവന്നു. അങ്ങനെ സുപ്രീം കോടതി ഈ നാഷണലൈസേഷനെ അപ്ഹെൽഡ് ചെയ്തു. അതായത് സെൻട്രൽ ഗവൺമെന്റിനോ സ്റ്റേറ്റ് ഗവൺമെന്റിനോ വേണമെങ്കിൽ ആവശ്യമായ ഘട്ടങ്ങളിൽ നാഷണലൈസേഷൻ ചെയ്യാൻ പറ്റും. പക്ഷേ നാഷണലൈസേഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ കൂടെയെങ്കിലും പേയ്മെന്റ് കറക്റ്റായിട്ട് കൊടുക്കണം. അവർക്കുള്ള കോമ്പൻസേഷൻ, വാട്ട് എവർ കോമ്പൻസേഷൻ യു ആർ ഗോയിങ് ടു ഗിവ്, ദ കോമ്പൻസേഷൻ ഹാസ് ടു ബി പെയ്ഡ് ഇമ്മീഡിയറ്റ്ലി. This made Indira Gandhi, this particular decision made Indira Gandhi to reenact the Nationalization Act. ആ ആക്ടിനെ പുതുതായിട്ട് വീണ്ടും റീഎനാക്ട് ചെയ്യേണ്ടി വന്നു. അതിന് അഡീഷണൽ ആയിട്ട് ഒരു 58 കോടി രൂപ നഷ്ടപരിഹാരം ബാങ്കുകൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ട് അവരെന്ത് ചെയ്തു, ആ കേസ് പുതിയ ഒരു ആക്ട് കൊണ്ടുവന്നിട്ട് ആ സുപ്രീം കോടതിയുടെ തീരുമാനത്തിനോട് ഒത്തുപോകുന്ന രീതിയിലേക്ക് ആക്ടിനെ മാറ്റി. നാനി പാൽക്കേവാല ഒരിക്കലും പറയണ്ടായിരുന്നു, അതായത് ഇത് ഇത്രയൊന്നും വലിയ പ്രോബ്ലം ഉണ്ടായിരുന്നില്ല, ഗവൺമെന്റ് ആ ആക്ട് പാസ്സാക്കുമ്പോൾ തന്നെ ഒരു എക്സ്ട്രാ കോമ്പൻസേഷൻ അവിടെ വെച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ പ്രോബ്ലം ഇത്രയും വലിയൊരു കേസ് ആകുമായിരുന്നില്ല. എനിവേ, R.C. കൂപ്പർ എന്ന് പറയുന്ന ആള്, അദ്ദേഹം ഇന്ത്യ കണ്ട ഒരു വളരെ വലിയ ഒരു ബിസിനസ്മാൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അതല്ലെങ്കിൽ ഒരുമയ്ക്ക് വേണ്ടി, ഈക്വാലിറ്റിക്ക് വേണ്ടി, ജസ്റ്റിസിന് വേണ്ടി ബാധിച്ച ആളെന്ന് വേണമെങ്കിൽ പറയാം, ഒരു പൊളിറ്റീഷ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം ആക്ച്വലി ഈ ബാങ്ക് നാഷണലൈസേഷൻ കേസ് കൊണ്ട് കാണിച്ചെന്താണെന്ന് വെച്ചാൽ ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല, ഒരാൾക്കും ഓട്ടോക്രാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല അദ്ദേഹം പ്രൂവ് ചെയ്യുകയും, ഒരു പേഴ്സൺ, ഒരു വ്യക്തി ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുക, ഡെപ്പോസിറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഷെയർ ഹോൾഡർ ആകുക എന്നതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതും, അതുപോലെ അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി ഗവൺമെന്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ ആ പ്രോപ്പർട്ടിക്ക് ഈക്വൽ കോമ്പൻസേഷൻ കിട്ടണമെന്നുള്ളതും, അതുപോലെ മ്യൂച്വൽ എക്സ്ക്ലൂസിവിറ്റി, അതായത് എഫക്റ്റ് മാത്രം, നിങ്ങൾ അതിന്റെ എന്താണ് നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്ന് മാത്രമല്ല അതിന്റെ ഇമ്പാക്റ്റ് എന്തുണ്ടാകണമെന്ന് കൺസിഡർ ചെയ്യണമെന്ന് ഗവൺമെന്റ് ഓർമ്മപ്പെടുത്തുന്ന ഒരു കേസ് കൂടിയാണ് ബാങ്ക് നാഷണലൈസേഷൻ കേസ്. ഈ കേസ് തീരുമാനിച്ചത് 10:1, അതായത് 11 ജഡ്ജുകളിൽ 10 പേരും ഈ 10-1 ഭൂരിപക്ഷത്തിനാണ് ഈ ജഡ്ജ്മെന്റ് ഗവൺമെന്റിനെതിരെ പാസ്സാക്കിയത്. സോ ദിസ് ഈസ് വാട്ട് ഐ ഹാവ് ടു ടെൽ യു അബൌട്ട് ദിസ് ബാങ്ക് നാഷണലൈസേഷൻ കേസ്. ഇത് വളരെ വലിയൊരു കേസാണ്. അപ്പം അതിലെ ഒരു ബ്രീഫായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് പോലെ ഞാൻ പറഞ്ഞു തന്നുള്ളൂ. ഓരോ കേസിലും പല നിയമങ്ങളും നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ടാകാം. ഇപ്പം ബാങ്ക് നാഷണലൈസേഷൻ കേസിൽ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമായിരിക്കില്ല, പല കേസുകളും അനലൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ആംഗിളിലാണ് ഈ കേസിനെ എക്സ്പ്ലെയിൻ ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്നല്ല 2 പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേയധികം കാര്യങ്ങൾ മനസ്സിലാകുമെന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. മനസ്സിലായില്ലെങ്കിൽ എന്നോട് പറയണം. ഐ എം റെഡി ടു എക്സ്പ്ലെയിൻ വൺസ് മോർ ഇഫ് യു വാണ്ട്. ദാറ്റ് ഇസ് നോട്ട് എ ബിഗ് ഇഷ്യൂ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ഇത് ഷെയർ ചെയ്യണം, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഇത് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള, ഉപയോഗപ്പെടാൻ സാധ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന്, ലോ പഠിക്കുന്ന കുട്ടികളോ, അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി പഠിക്കുന്ന കുട്ടികളോ, ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിക്കുന്ന കുട്ടികളോ, CMA പഠിക്കുന്ന കുട്ടികളോ, അവർക്കെല്ലാം ഇത് ഷെയർ ചെയ്യുക. കാരണം നമ്മൾക്ക് ഉപകാരപ്പെടുന്ന പോലെ മറ്റുള്ളവർക്കും ഇത് ഉപകാരപ്പെടട്ടെ. സോ അടുത്തൊരു വീഡിയോ വരേക്കും, ദിസ് ഈസ് രാജീവ് സൈനിങ് ഓഫ്. താങ്ക് യു.